അപ്പൊ തുടങ്ങാം അല്ലേ? പിന്നെ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇത് തീർന്നില്ലേ? സിനിമാ വിവാദത്തിനിടെ ഒരു കൗതുകമുള്ള വാർത്ത വരുന്നുണ്ട്. സെൻസർ ബോർഡിനോട് ദൈവങ്ങളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ട വിവരാവകാശ അപേക്ഷ. ഒരു തമാശയ്ക്ക് വേണ്ടി ദൈവങ്ങളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ട വിവരാവകാശ അപേക്ഷ. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. ദീപാരാധന നേരം വരെ ഞാൻ ക്ഷമിക്കും. അതിന് സാർ അതിനെ ഒന്നും ഓർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനിയുള്ള വഴിപാടൊക്കെ നേരിട്ട് ദൈവത്തിന് കൊടുത്താൽ എന്താണെന്ന് ആലോചിക്കാം. ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പട്ടിക വേണമെന്നാണ് ആവശ്യം. ഇവനാള് കുഴപ്പട്ടാ. ഇവനൊന്നും എന്റെ മാഷായിട്ട് ജനിക്കാൻ എന്റെ ഭാഗ്യം. നടക്കണ കാര്യ. ഹരീഷ് വാസുദേവനാണ് വിവരാവകാശ അപേക്ഷ നൽകിയത്. എന്തോ ഒരു വിവരാവകാശം എന്നൊക്കെയാ പറഞ്ഞത്. ചുമ്മാ തന്റെ നാട് നന്നാവത്തത് ഓരോരോ നിയമങ്ങൾ. തന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത പുലർത്താൻ വേണ്ടിയാണ് പട്ടികയെന്ന് ഹരീഷ് പറഞ്ഞു. അവനെ തീർത്ത് കളയേണ്ടതായിരുന്നു. ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടോ? അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സിനിമ എടുക്കുന്നുണ്ടോ അതോ നമ്മളിവിടെ വെറുതെ ഇരിക്കാനെന്നാണോ വിചാരം? എത്ര പ്രസ്ഥാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വന്ന വഴി ബോർഡ് കണ്ടില്ലേ? ദൈവങ്ങളുടെ പട്ടിക അത് കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്താ സെൻസർ ബോർഡിന്റെ മുംബൈ ഓഫീസിലുള്ളവർക്ക് അത് പ്രശ്നമാണെങ്കിൽ ആ പട്ടിക തന്നാൽ ആ പട്ടികയിലെ പേരൊക്കെ ഒഴിവാക്കി. സാധാരണ കേസുകളിൽ ഗോഡ്സ് എവിഡൻസ് എന്തെങ്കിലും പറഞ്ഞൊരു തുമ്പുണ്ടാവും. നമുക്ക് ഈ കേസിൽ അതുപോലും ഇല്ല. കഥാപാത്രങ്ങളെയൊക്കെ എഴുതി തയ്യാറാക്കാനാണോ പദ്ധതി? ഹരീഷ് വാസുദേവൻ സിനിമ എടുത്താലും ഇല്ലെങ്കിലും ഇത് വളരെ ലോകത്ത് നടക്കുന്ന കാര്യം കൗതുകമുള്ള ഒരു വിവരാവകാശ അപേക്ഷ തന്നെയാണ്. ഇന്ന് സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിച്ചേക്കും വൈകുന്നേരത്തോടുകൂടി. ഈ സാഹചര്യത്തിലാണ് ഇത്തരം കൗതുകമുള്ള ഒരു വിവരാവകാശ അപേക്ഷ. ഞാനൊക്കെ പറയണ പോലെ അല്ല നീ പറയുമ്പോ മുംബൈയിലെ സെൻസർ ബോർഡിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇവൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം. ഭർത്താവ് ഇങ്ങോട്ടാ. ദൈവങ്ങളുടെ സെൻസർ ബോർഡിന്റെ കയ്യിലുള്ള ദൈവങ്ങളുടെ പട്ടിക വേണമെന്നാണ് ഞാൻ എവിടെ നടത്തിട്ട് നിരത്താൻ വിവരാവകാശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരീഷ് വാസുദേവൻ. ഇത് എന്താ അയാൾ പറഞ്ഞത്? കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറമോനെ ദിനേശ. ആൺ ദൈവങ്ങൾ എത്ര, പെൺ ദൈവങ്ങൾ എത്ര മാറ്റി പറയാൻ പറ്റൂ? എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. താൻ തുടങ്ങാനിരിക്കുന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തിന് പേരിടാൻ വേണ്ടിയിട്ടാണ്. അത് എന്റെ വലിയ മുത്തപ്പ പിടിച്ചാലും വലുതാണ് ആളേല്. മാത്രമല്ല ബലാത്സംഗത്തിന് ഇരയാകുന്ന ഈ കേന്ദ്ര കഥാപാത്രത്തെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ വില്ലനായി വരുന്ന ഒരു കഥാപാത്രവുമുണ്ട്. ആ കഥാപാത്രത്തിനും പേര് കൊടുക്കേണ്ടതുണ്ട്. അല്ല, സാറിന്റെ പേരെന്താ? എന്താ? ഇനി എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഏത് പേര് നൽകണം എന്ന് തീരുമാനിക്കാനാണ്. നിന്നോട് ദൈവം പോലും പൊറുക്കലടാ. നിയമപരമായ പരിരക്ഷ കിട്ടാനാണ്. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. നിയമക്കുരുക്കൊന്നുമില്ലാതെ സിനിമ പൂർത്തിയാക്കാനാണ് എന്ന് വിവരാവകാശത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഏതായാലും സിനിമ ഇത് വളരെ നല്ലൊരു ഇതാണ്. ഹരീഷ് വാസുദേവന്റെ ഈ നീക്കം ഇന്ന് എല്ലായിടത്തും ചർച്ചയാകും. എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. എനിക്ക് തോന്നുന്നു ട്രോളോട് ട്രോളായിരിക്കും. അഭിനയ കാര്യങ്ങൾ നിങ്ങളെ മിലതീർത്തോളൂ. കാരണം സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലേബി പങ്കുവച്ചിരിക്കുന്നത്. അളിയ, വിശ്വംബരന്റെ കടയെത്തുമ്പോ ഒന്ന് നിർത്തണേ, ഒരു സോഡ ഒടിച്ചിട്ട് പോവാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കേരളത്തിലെ ആമ്പിള്ളേരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. കളിക്കാൻ നിന്നാലേ ഇതുപോലത്തെ മുട്ടം പണി കിട്ടും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്.